അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ടോപ്പിക് പറയുന്നുണ്ട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നു, ഫീച്ചേഴ്സ് പറഞ്ഞു. ഞാൻ അടുത്തൊരു ടോപ്പിക്കാണ് എന്ത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് ഇതറിയാം, പ്ലസ് ടു പഠിച്ചത് തന്നെയാണ്. ടോപ്പ് ലെവൽ, അതുപോലെ തന്നെ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ എന്ന് പറയാം. അത് ഒന്നുകൂടി പഠിക്കുന്നതേ ഉള്ളൂ. നോക്കാം. ഒന്നാമത്തെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉൾപ്പെട്ട ആൾക്കാരാണ്. അതിലുണ്ടോ ഒന്നാ പറഞ്ഞു വെച്ചാൽ MD, നമ്മൾ പറയില്ലേ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ MD എന്നുള്ള ആൾ, അതുപോലെ തന്നെ GM ജനറൽ മാനേജർ, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലത്തെ ആൾക്കാരാണ് എന്താ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. അവരുടെ ക്യാരക്ടറിസ് ദ ഫോളോയിങ് ആർ ദി മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഫംഗ്ഷൻസ് ആണ് പഠിക്കേണ്ടത്. 5 പോയിന്റ് കറക്റ്റ് കൊടുത്തിച്ചാൽ മതി. ഇവിടെ കുറച്ച് അധികം പോയിന്റ് പറയുന്നുണ്ട്. ഒന്ന്, ഡിറ്റർമിൻ ദി ഒബ്ജക്റ്റീവ്സ് എന്നാണ്. സ്ഥാപനത്തിൻ്റെ എൻറ്റയർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടെത്തേണ്ടത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫൈൻ ദി ഗോൾ എന്നാണ്. സ്ഥാപനത്തിൻ്റെ ഗോൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, കണ്ടെത്തുക, ഡിഫൈൻ ചെയ്യുക. അത് എസ്റ്റാബ്ലിഷ് ദി പോളിസീസ് എന്നാണ്. സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പോളിസീസ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻ എന്നാണ്. ഓരോ സ്ട്രാറ്റജിക് തന്ത്രപരമായ പ്ലാനുകൾ എടുക്കുക. അതുപോലെ തന്നെ ഗീവ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ്. നമ്മൾ ചെയ്യേണ്ട അത്രയുള്ളൂ. തൊട്ട് താഴെയില്ല മിഡിൽ ലെവൽ, അതിന് താഴെയുള്ള ലോവർ ലെവലിനൊക്കെ എന്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും പ്രൊവൈഡ് ചെയ്യുക. ആറാമത്തത് കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് ദ പീപ്പിൾ എന്നാണ്. പബ്ലിക്കുമായി നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കുകയും നിർത്തുകയും ചെയ്യുക. ജഡ്ജ് ദി റിസൾട്ട് എന്നാണ്. എൻ്റെ റിസൾട്ട് ജഡ്ജ് ചെയ്യുക. അതാണ് അവരുടെ ഫംഗ്ഷൻ. 5 കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ്. അത് ഓരോ ഫംഗ്ഷൻ ഹെഡില്ലേ. ഇപ്പോൾ പ്രൊഡക്ഷൻ, അപ്പോൾ എന്തുണ്ടായിരുന്നത്, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. അക്കൗണ്ടിങ്, അപ്പോൾ അതുണ്ട് അക്കൗണ്ടിങ് മാനേജർ ഉണ്ട്. സെയിൽസിന് സെയിൽസ് മാനേജർ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ മാനേജർ ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ സെക്ഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മാനേജർ, സെക്ഷണൽ മാനേജേഴ്സിന് പറയുന്ന പേരാണത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള പോളിസീസും പ്രോഗ്രാമും എന്ത് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, വാലുവേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഇത് വേണ്ട, തേർഡ് പോയിൻ്റ് എഴുതുന്നുള്ളൂ. പ്ലാൻ ദി ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻസ്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ തയ്യാറാക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് വേണ്ട എന്ത് തയ്യാറാക്കുക, പ്ലാനുകൾ തയ്യാറാക്കുക. മൂന്നാമത്തത് പോയിൻ്റ് ഗൈഡ്, ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദെയർ വർക്കേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. സ്ഥാപനത്തിൻ്റെ അതിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി അവരുടെ സബോർഡിനേറ്റേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും മോട്ടിവേഷൻസും നൽകുക. അഞ്ചാമത്തത് കോപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അങ്ങനെ ഉണ്ടാവില്ല, കാരണം ഒരു എൻ്റെ സ്ഥാപനത്തിൽ 6 ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം എന്തുണ്ടായിരിക്കണം, കോർഡിനേഷൻ ഉണ്ടാവണം, അത് നിലനിർത്തുക. ഏഴാമത്തത് കളക്ട് റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദി ലോവർ ലെവൽ ആൻഡ് സെൻഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ താഴെയില്ല. അപ്പോൾ ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ടും സ്റ്റാറ്റിസ്റ്റിക്സും കളക്ട് ചെയ്ത് ആർക്ക് എത്തിക്കുക, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എത്തിക്കുക. അതൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണെന്ന് പറയാം ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്ന് പറയാം. സൂപ്പർവൈസേഴ്സാണ് ഇതിലുണ്ടാവുക. ദിസ് ലെവൽ ഇൻക്ലൂഡ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഗ്യാങ് ബോസ്, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ എക്സെട്ര. ഓഫീസർ കാറ്റഗറി, അതല്ലെങ്കിൽ സൂപ്പർവൈസർ കാറ്റഗറി, അല്ലെങ്കിൽ ഫോർമാൻ കാറ്റഗറി, ഗ്യാങ് ബോസ് കാറ്റഗറി ആൾക്കാരൊക്കെയാണ് ഇതിലുണ്ടാവുക ലോവർ ലെവൽ. ഇതിനും താഴെയാണ് കേട്ടോ വർക്കേഴ്സ് വരുന്നത്. അത് ഓർമ്മ ഉണ്ടാവുക. അവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാൻ ഒരു ഡേ ഓഫ് വർക്ക്, ഒരു വീക്കിലേക്കോ ഒരു ഡേയിലേക്കോ വേണ്ട പ്ലാൻ തയ്യാറാക്കുക. ഇവരെന്താ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻ തയ്യാറാക്കും. ഇവരെന്താ ചെയ്യുക, എൻ്റയർ പ്ലാൻ തയ്യാറാക്കും. ഇവരെന്തുണ്ടാവുക, ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ വേണ്ട പ്ലാൻ തയ്യാറാക്കും. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് ഓഫീസ് ഗ്രൂപ്പാണ്. ഓരോ സൂപ്പർവൈസർക്കും തൻ്റെ താഴെയുള്ള ആളുകളുടെ വർക്കിനെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. വർക്ക് ടു ദി വർക്കേഴ്സ് അണ്ടർ ഹിം. ഓരോ സൂപ്പർവൈസർക്കും താഴെയുള്ള എംപ്ലോയീസിന് അവരുടെ വർക്ക് എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ സൈറ്റ് എന്നാണ്. സൈറ്റിൽ നേരിട്ട് പോയി എന്ത് ചെയ്യുക, അപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുക. അതേപോലെ തന്നെ മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് എന്നാണ്. തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിനെ ജോലി ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അറേഞ്ച് മെറ്റീരിയൽ, മെഷീൻസ്, ടൂൾസ് എക്സെട്ര ഫോർ വർക്കേഴ്സ് എന്നാണ്. വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും മെഷീനും ടൂൾസൊക്കെ അറേഞ്ച് കൊടുക്കുക. ഗീവ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവൈസ് ദി എംപ്ലോയീസ് എന്നാണ്. എംപ്ലോയീസിന് ഗൈഡൻസും സൂപ്പർവിഷൻ നൽകുക. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഗ്രൂപ്പ് എന്നാണ്. ആ ഗ്രൂപ്പിനിടയിൽ
ഒരു ഗ്രൂപ്പിനിടെ ഇപ്പോൾ ഒരു സൂപ്പർവൈസറിൻ്റെ താഴത്ത് 30 ജോലിക്കാരുണ്ടെങ്കിൽ ആ 30 ആൾക്കും ഇടയിൽ ഇന്നുണ്ടാവും നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയാം. നല്ല നോക്കി വെക്കുക, ഒരു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഓരോ ലെവലിലും ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ലെവലിൻ്റെയും ഫംഗ്ഷൻസ് വ്യക്തമായി പഠിക്കുക. അടുത്താണെന്ന് പറയാം സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയാം. അത് മാനേജ്മെൻറ്റ് നമ്മൾ ഇന്നീ കാണുന്ന ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് എന്താ പറയുക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് എന്താ പറയുക സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്ന് പറയാം. സെവറൽ സ്കൂൾസ് ഓഫ് തോട്ട് ഇൻ മാനേജ്മെൻറ്റ് ഹാവ് ഇവോൾവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. മാനേജ്മെൻറ്റ് ഫിലോസഫി ഗീവ്സ് കോൺക്രീറ്റ് ആൻഡ് ബാലൻസ്ഡ് അപ്രോച്ച് ടു മാനേജിങ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്നാണ്. ഓരോ ബിസിനസ് ആക്ടിവിറ്റി കാലഘട്ടത്തിൽ ഓരോ കാലത്ത് വരുമ്പോഴേക്കും മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ചേഞ്ചസും അപ്ലിക്കേഷൻസും അഡോപ്ഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓരോ സ്കൂളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള 5 സ്കൂളുകളാണ്. സോ വേരിയസ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം എന്നൊരു ഹെഡിങ് കൊടുത്താൽ ഒന്ന് എംപിരിക്കൽ അപ്രോച്ച് എന്നാണ്. എംപിരിക്കൽ അപ്രോച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുക. അതായത് സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിൻ്റെ, സക്സസ്ഫുൾ മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ കൺസിഡർ ചെയ്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തതിനെ പറയുന്ന പേരാണിത് എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയാം. ബാക്കിയുള്ളതൊന്ന് എഴുതി വെച്ചാൽ മതി. അതേപോലെ തന്നെ എന്താ പറയുക ക്ലാസിക്കൽ അപ്രോച്ച് എന്ന്. ഇതാണ് ഒരു മാനേജ്മെൻറ്റ് തിയറിയുടെ മാനേജ്മെൻറ്റ് സ്കൂൾസിൻ്റെ എല്ലാ സ്കൂളിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ശരിക്കും എന്താ ക്ലാസിക്കൽ അപ്രോച്ചാണ്. ക്ലാസിക്കൽ അപ്രോച്ചിനെ ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിക്കൽ അപ്രോച്ച് ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ്സ് ആൻഡ് അച്ചീവ് റിസൾട്ട്സ് ഇൻ മോർ എഫിഷ്യൻറ്റ് വേസ്. അത് അത്രേ പറയുന്നുള്ളൂ. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിനകത്ത് കോസ്റ്റ് കുറക്കുക. കോസ്റ്റ് കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആര് കൂടിക്കോളും, പ്രോഫിറ്റ് കൂടിക്കോളും എന്ന് അവർക്ക് അറിയാമല്ലോ. അപ്പോൾ കോസ്റ്റ് കുറക്കുക. അതേപോലെ തന്നെ നമ്മൾ അച്ചീവ് ദ റിസൾട്ട് ഇൻ മോർ എഫിഷ്യൻറ്റ് വേ എന്നാണ്. കമ്പനിക്ക് വേണ്ട റിസൾട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനോ അല്ലെങ്കിൽ അറ്റൈൻമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റോ അങ്ങനെയൊക്കെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ റിസൾട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ തിയറി പറയുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഒന്നാമത്തെ തിയറി എക്സ്പീരിയൻസ് അങ്ങനെ പോയി കഴിഞ്ഞു. രണ്ടാമത്തെ തിയറി പറയുന്നത് എന്താ, കോസ്റ്റ് റിഡക്ഷനാണ്. കോസ്റ്റ് റിഡക്ഷൻ തിയറി എന്ന് പറയാം. ഈ ഒരു ഇതുകൊണ്ട് പഠിച്ചു വെക്കുക. അത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ക്ലാസിക്കൽ അപ്രോച്ച് ആർ ഫ്രെഡറിക് വിൻസ്ലോ, FW ടൈലർ, അതേപോലെ തന്നെ നമുക്ക് ഫ്രാങ്ക് ഗിൽബർട്ട്, അതുപോലെ തന്നെ ലില്ലിയൻ ഗിൽബർട്ട്, ഹെൻറി ഫയോൾ പോലെയുള്ള ആൾക്കാരാണ്, മാക്സ് വെബറൊക്കെ പോലുള്ള ആൾക്കാരാണ് എന്താ പറയുക ഈ ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുക നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്നാണ് പറയുക. ഇതേപോലെ തന്നെ നിയോ ക്ലാസിക്കൽ ക്ലാസിക്കൽ അപ്രോച്ചിന് ഹ്യൂമൻ ബിഹേവിയറിന് എന്തുണ്ടായിരുന്നില്ല, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നില്ല. മാനുഷിക മൂല്യത്തിന്, മാനുഷിക സ്വഭാവത്തിന്, മാനുഷിക പെരുമാറ്റത്തിനൊന്നും അവിടെ വാല്യൂ കൊടുത്തിരുന്നില്ല. കാരണം അവിടെ അതല്ല നോക്കുന്നത്. അവർക്ക് എയിം എന്തായിരുന്നു, കോസ്റ്റ് കുറച്ച് കൊണ്ടുവരിക, ഏറ്റവും നല്ല രീതിയിൽ അവരുടെ വേണ്ട ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ഹ്യൂമൻ റിലേഷന് കൂടി, അതായത് ഇതൊക്കെ അറ്റൈൻ ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണെന്നും ആ മനുഷ്യരുടെ എഫേർട്ടിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് വന്ന മെത്തേഡാണെന്ന് പറയാം നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയാം. അതുപോലെ നാലാമത്തെയാണ് എന്ത് പറയുക, ഇപ്പോൾ ഹ്യൂമൻ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള അപ്രോച്ചാണ്. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രണ്ടിനും ക്ലബ് ചെയ്തിട്ട് നിയോ ക്ലാസിക്കലും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണെന്ന് പറയാം സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുക. ഇത് നമ്മൾ മാനേജ്മെൻറ്റിനെ ഒരു സോഷ്യൽ സിസ്റ്റമായി, സാമൂഹിക സിസ്റ്റമായി കൺസിഡർ ചെയ്യുന്ന അപ്രോച്ചാണെന്ന് പറയാം സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. അതൊക്കെ എഴുതി വെക്കുക. അടുത്ത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. അതിൽ 4 സബ് പോയിൻ്റ് പറയുന്നുണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്നാണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളിൽ മാനേജ്മെൻറ്റ് സയൻസ് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് മാനേജർ പ്രോബ്ലംസ് ആൻഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് ബൈ ദി അപ്ലിക്കേഷൻസ് ഓഫ് സയൻറ്റിഫിക് മെത്തഡോളജി. അത്രേ ഉള്ളൂ. സയൻറ്റിഫിക് മെത്തഡോളജിയെ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് മാനേജ്മെൻറ്റിന് വേണ്ട ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും കൊണ്ടുവന്നതിന് പറയുന്ന പേരാണത് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയാം. അടുത്ത സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ സോഷ്യൽ സിസ്റ്റം ഇവിടെ ഈ ഒരു മെത്തേഡിൽ എന്താ പറയുക മാനേജ്മെൻറ്റിനെ ഒരു സിസ്റ്റമായിട്ട് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് പറയുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് അപ്രോച്ചിങ് ആൻ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം. എ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ജോയിൻഡ് ടുഗദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ് എന്നാണ്. കറക്റ്റ് ഒരുപാട് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ശരി, കാരണം പറയുക മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ അല്ലേ. ഒരു സെൻട്രലൈസ്ഡ് നമ്മൾ എന്തിനു കൊടുത്തു, മാനേജ്മെൻറ്റിന് കൊടുത്താൽ ഇവിടെ ഇതിന് ഓരോ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ, സെയിൽസ്,
മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ്, ഹ്യൂമൻ റിസോഴ്സ് പോലെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിനൊക്കെ കൂടുതലൊരു കമ്പൈൻഡ് ഫോമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് മാനേജ്മെൻറ്റിനെ ഒരു സിസ്റ്റമായിട്ട് അത് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. മൂന്നാമത്തത് കണ്ടിൻജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച് എന്നാണ്. സിറ്റുവേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും എടുത്ത മാനേജ്മെൻറ്റിൻ്റെ തിയറീസ് ആവില്ല അടുത്ത സിറ്റുവേഷന് അനുയോജ്യമായതെന്ന് പറയാം. അപ്പോൾ ഓരോ സിറ്റുവേഷനും എന്താണോ ആവശ്യം അത് അതാത് സമയത്ത് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പറയുക, സിറ്റുവേഷൻ അപ്രോച്ച് പറയാം. അതേപോലെ തന്നെ എന്ത് പറയുക, മാനേജ്മെൻറ്റ് നോളജ്. അടുത്ത 4ാമത്തെ പോയിൻറ്റ് ഓപ്പറേഷണൽ അപ്രോച്ച് എന്നാണ് പറയാം. ഓപ്പറേഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് റെക്കഗ്നൈസസ് ദി എക്സിസ്റ്റൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഫോർ ദി മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിന് സെൻട്രലൈസ്ഡ് നോളജ് ഉണ്ടാവണമെന്നും അതേപോലെ തന്നെ ഇത് ബാക്കിയുള്ള ഡിസിപ്ലിനിൽ നിന്ന് ഇപ്പോൾ സയൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള എക്കണോമിക്സ് പോലെയുള്ള ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിനിൽ നിന്നും വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കണമെന്നും എന്നിട്ട് ഇതിന് സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടാവണമെന്ന് പറയുന്ന സ്കൂളാണെന്ന് പറയുക ഓപ്പറേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്കുള്ളത് ഒന്ന് എംപിരിക്കൽ അപ്രോച്ച്, എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, അതുപോലെ തന്നെ നമ്മൾ നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, പിന്നെ ഹ്യൂമൻ റിലേഷൻ, പിന്നെ അടുത്ത മോഡേൺ കൺസെപ്റ്റ്. മോഡേൺ കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞ 4 പോയിൻറ്റുകൾ പറഞ്ഞത്, ഒന്ന് നമ്മൾ പറഞ്ഞ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്, 2 സിസ്റ്റം അപ്രോച്ച്, 3 കണ്ടിൻജൻസി അപ്രോച്ച്, 4 ഓപ്പറേഷണൽ അപ്രോച്ച് എന്ന് പറയാം. ഓരോ അപ്രോച്ചും പഠിക്കാതെ എന്താണെന്ന് വ്യക്തമായി പഠിക്കാം കേട്ടോ. ഓക്കെ.